ഷാരു എങ്ങനെയാ ഒരു ചായ കുടിക്കാൻ പോയാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കമ്പനിയുടെ ക്യാമ്പിലാണ്, ഉമ്മൽഖാൻ ക്യാമ്പിലാണ്. ഇവിടുന്ന് നമ്മളൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങുവാണ്. ഒരു ചായ കുടിക്കാൻ പോയാലോ? ബീഫ് ഒരു ചായ കുടിക്കാൻ വന്നത്. ചായ മാത്രമല്ല, ബീഫിൽ വരെ എത്തി. ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു ചായ കുടിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഉമ്മൽഖാനിൽ തന്നെയുള്ള ഒരു മലബാർ റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം നമ്മുടെ മലയാളി ഫുഡ്, കേരള ഫുഡൊക്കെ ഇവിടെ നല്ല രീതിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുമാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളിവിടെ ശരത്തുണ്ട്, ഷാരുണ്ട്, അമലുണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളൊരു ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇപ്പോൾ പുറത്തുനിന്നൊരു ഫുഡിങ് കൂടെ ആക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇവരുടെ സൂപ്പാണ്. നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന സൂപ്പാണ്. പക്ഷേ അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ സൂപ്പാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ശരത്ത് കൊത്തു പൊറോട്ടയാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പൊറോട്ടയും ബീഫും. അതെ, മലയാളികളുടെ ഒരു വികാരമാണ്. നമ്മളെവിടെ യുഎയിൽ വന്നാലും ശരി, ഇനി അന്റാർട്ടിക്ക പോയാലും ശരി, ബീഫില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. ആ ഒരു ഇതാണ്. അപ്പോൾ നല്ല പൊറോട്ട, അതിലൂടെ നമുക്ക് നല്ല 2 ബീഫും കൂടെ വെച്ചിട്ട് നമുക്കിങ്ങനെ 2 പൊറോട്ട ഇങ്ങനെ കീറി ആ ബീഫുമായിട്ട് കഴിക്കാം. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഓക്കെയാണ്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കൊരു സൂപ്പ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാലഡ് അത് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. നമ്മുടെ DJ ആക്ഷൻ ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളത് 42 ദിർഹമാണ്. കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിളാണ്. നമ്മൾ 4 പേര് അത്യാവശ്യം നല്ല രീതിയിൽ വയറിറങ്ങി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കാൻ നേരത്ത് 4, 2, 8 ഒരു 800, 850 രൂപ സംതിങ്, 850 രൂപ എന്തായാലും വരും. അപ്പോൾ ആ ഒരു റേഞ്ച്. പക്ഷെ നാട്ടിൽ വെച്ച് നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ആ ഒരു ഇതാണ്. അല്ല, 938 ഉണ്ട് കേട്ടോ. പക്ഷേ അത് വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മൽഖാനിലെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ.